എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. ഒരു അടിപൊളി റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എഗ് സേമിയ ബിരിയാണി. പേര് പോലെ തന്നെ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് കണ്ടു നോക്കിയാലോ? അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ എഗ് സേമിയ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം. ഇതിലോട്ടേക്ക് 1 കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള സേമിയൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരണം, ഒരു ലൈറ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നല്ലൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സേമിയ നന്നായിട്ട് തന്നെ ഒന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ലൈറ്റ് ഒരു കളർ ചേഞ്ച് ആയിട്ട് വരണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. സേമിയ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. ഇനി സേമിയ നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഏകദേശം 1-2 മിനിറ്റോളം തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സേമിയ കുക്കായി വരും. നമ്മൾ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഏകദേശം 1-2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സേമിയ കുക്കായി വരും. അതുവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സേമിയയുടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഓയിലാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. അത്രയേ വേണ്ടൂ, കൂടുതൽ വേണ്ട. നമ്മൾ അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സേമിയയുടെ നന്നായിട്ട് തന്നെ വിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതുപോലെയാണ് ആവേണ്ടത്. ഇതിൻ്റെ പാകത്തിന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊരു സ്റ്റൈനറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊരു തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റിയതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. സെയിം പാനിൽ തന്നെ നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട കൂടി ചേർത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കേണ്ട. കുറച്ച് സമയം നിന്നതിന് ശേഷം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് സ്ക്രാമ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സേമിയ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു കടായി എടുക്കാം. ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എരിവിനാവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ലൊരു മൂത്തിട്ട് നല്ലൊരു മണം വരും. ഇതിലോട്ടേക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലോട്ടേക്ക് ഒരു വലിയൊരു സവാള കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് വാടി വരണം. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ സവാള നന്നായിട്ട് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാള ഏകദേശം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു കുഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞ് പീസാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കുക. ഇത് നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളി നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞ് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ തക്കാളിക്ക് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു വലിയൊരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ ക്യാരറ്റ് ഇപ്പോൾ ഇതുപോലെ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. ഈ ക്യാരറ്റ് ഒന്ന് ഒരു ഹാഫ് കുക്കായിട്ട് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഈ പൊടികളൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. ഏകദേശം 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ചേർക്കുമ്പോൾ നമ്മുടെ ഒരു സേമിയ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. നമ്മൾ സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ പ്രത്യേകം ഒന്ന് ചെക്ക് ചെയ്യണേ. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ആ ഒരു മുട്ടൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് മല്ലിയില ഇല്ലാതെ എന്ത് ബിരിയാണി അല്ലേ? അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് നമ്മുടെ ആ ഒരു മിക്സും നമ്മുടെ സേമിയയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെ മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം ടേസ്റ്റിയാണെന്ന് അറിയാലോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ രുചികരമായിട്ടുള്ള ഒരു അടിപൊളി സേമിയ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എഗ്ഗിന് പകരം നിങ്ങൾക്ക് ചിക്കനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റിലോട്ടേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നമുക്ക് ലഞ്ചിനും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ റെഡിയാക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ സേമിയ ബിരിയാണിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ രുചിയൂറും എഗ് സേമിയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. എത്ര കഴിച്ചാലും മതിയാവില്ല. വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകില്ലേ, വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗസ്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.